ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിറ്റോ ഇൻഫോ. അപ്പോൾ ഇച്ചിരി ലേറ്റായി എന്നറിയാം, എന്നാലും പി എസ് സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ അടുത്ത് വന്ന എല്ലാ പ്രഖ്യാപനങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഡീറ്റെയിൽസിലോട് അടക്കാം. LP UP സ്കൂൾ തദ്ദേശ സ്ഥാപനങ്ങളിലുള്ള സെക്രട്ടറി, SI, പോലീസ് കോൺസ്റ്റബിൾ, സെക്രട്ടേറിയറ്റ്, PSC ഓഫീസ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ അസിസ്റ്റന്റ്, LD ടൈപ്പിസ്റ്റ്, വാട്ടർ അതോറിറ്റി, ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 179 തസ്തികയിലേക്കാണ് PSC ഇപ്പോൾ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത്. www.keralapsc.gov.in എന്ന ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ID, പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. ഇനി കാറ്റഗറി നമ്പർ 707/2023 UP സ്കൂൾ ടീച്ചർ മലയാളമാണ് പറഞ്ഞിരിക്കുന്നത്. ശമ്പളം വരുന്നത് 35,000 മുതലാണ്. ഒഴിവുകളുടെ എണ്ണം ജില്ലാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് അങ്ങനെ എന്നീ ജില്ലകളിൽ പ്രതീക്ഷിതമായിട്ടുള്ള വാക്കൻസികൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ നിയമനം നേരിട്ട് തന്നെയാണ്. പ്രായപരിധി വരുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. കേരള സർക്കാരിന്റെ പരീക്ഷാ കമ്മീഷണർ നടത്തുന്ന SSLC പരീക്ഷയോ അതിനോട് തുല്യമായിട്ടുള്ള പരീക്ഷയോ വിജയിച്ചിരിക്കണം. അല്ലെങ്കിൽ പ്രീ ഡിഗ്രി അല്ലെങ്കിൽ +2 അങ്ങനെയുള്ള ഏതെങ്കിലും ഹയർ സെക്കൻഡറി പരീക്ഷ വിജയിച്ചിട്ടുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. കേരള സർക്കാരിന്റെ പരീക്ഷാ കമ്മീഷണർ നടത്തുന്ന TTC പരീക്ഷ വിജയിച്ചിരിക്കണം. അല്ലെങ്കിൽ കേരളത്തിലെ സർവകലാശാലകൾ നൽകിയതോ അംഗീകരിച്ചിട്ടുള്ളതോ ആയ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും കൂടാതെ BEd, PT, LT യോഗ്യതയും നേടിയിരിക്കണം. പിന്നെ കേരള സർക്കാർ ഈ തസ്തികയ്ക്കായി നടത്തുന്ന കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ KTET പാസ്സായിരിക്കണം. ഇനി കാറ്റഗറി നമ്പർ 709 LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയമാണ് പറഞ്ഞിരിക്കുന്നത്. ശമ്പളം 35 മുതൽ 75 വരെയാണ്. ഒഴിവുകളുടെ എണ്ണം ജില്ലാടിസ്ഥാനത്തിലാണ്. ഏകദേശം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിടങ്ങളിലാണ്. പ്രീ ഡിഗ്രി, SSLC, +2 എന്നിവയാണ് യോഗ്യതയായിട്ട് വരുന്നത്. അതിനൊപ്പം തന്നെ കൂടാതെ TTC, BEd, BT, LT എന്നീ യോഗ്യതകൾ നേടിയിരിക്കണം. ഒപ്പം തന്നെ KTET പരീക്ഷ പാസ്സായിരിക്കുകയും വേണം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതയായിട്ട്. കാറ്റഗറി നമ്പർ 593/2023 പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയനിലോട്ടാണ് വിളിച്ചിരിക്കുന്നത്. ശമ്പളം 31 മുതൽ 66 വരെയാണ്. ഒഴിവുകൾ നമുക്ക് പ്രതീക്ഷിതമായിട്ടുള്ള ഒഴിവുകളാണ് പറഞ്ഞിരിക്കുന്നത്. കാറ്റഗറി നമ്പർ 571/2023 ആണ്. സെക്രട്ടറി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ ERA വകുപ്പ്. ശമ്പളം വരുന്നത് 51 മുതൽ 1,00,000 രൂപ വരെയാണ്. ഒഴിവുകളുടെ എണ്ണം നമുക്ക് ഒത്തിരി ഉണ്ടെന്ന് പ്രതീക്ഷിക്കാം. നിയമന രീതി നേരിട്ടാണ്. പ്രായപരിധി 18 വയസ്സ് മുതൽ 36 ആണ്. യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി ആണ്. അടുത്തതായി കാറ്റഗറി നമ്പർ 572/2023 സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ട്രെയിനിങ്ങിലോട്ടാണ്. വനിതകൾക്ക് അപേക്ഷിക്കാൻ. ശമ്പളം വരുന്നത് 45,000 മുതലാണ്. ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടില്ല. നേരിട്ടുള്ള നിയമനമായിരിക്കും. കാറ്റഗറി നമ്പർ 575/2023 576/2023 ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി പോലീസ് ആംഡ് പോലീസ് ബറ്റാലിയനിൽ ഇങ്ങനെയാണ് വരുന്നിരിക്കുന്നത്. 45 മുതലാണ് സാലറി വരുന്നത്. ഒഴിവുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഡയറക്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആയിരിക്കും. ഇനി കാറ്റഗറി നമ്പർ 587 ഓഫീസ് അറ്റൻഡന്റ് ആണ്. ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, നിയമസഭാ സെക്രട്ടേറിയറ്റ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എന്നിവിടങ്ങളിലാണ് ഒഴിവുകളുള്ളത്. ശമ്പളം വരുന്നത് 23 മുതൽ 50,000 വരെയാണ്. ഒഴിവുകൾ നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാം. നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി വരുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ SSLC ആണ് പറഞ്ഞിരിക്കുന്നത്. അതിനോട് തുല്യമായിട്ടുള്ള യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി കാറ്റഗറി നമ്പർ 584/2023 വനിതാ പോലീസ് കോൺസ്റ്റബിൾ ആയിട്ടാണ്. സാലറി വരുന്നത് 31,000 രൂപ മുതലാണ്. ഒഴിവുകൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷിക്കാം. നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി വരുന്നത് 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയാണ്. യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത് +2 ആണ്. ഇനി കാറ്റഗറി നമ്പർ 593/2023 പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയനിലാണ്. ശമ്പളം 31,000 മുതലാണ്. വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് ഹയർ സെക്കൻഡറി ആണ്. +2 പാസ്സായിരിക്കണം. അല്ലെങ്കിൽ അതിനോട് തുല്യമായിട്ടുള്ള ഒരു യോഗ്യത ഉണ്ടായിരിക്കണം. ജനറൽ റിക്രൂട്ട്മെന്റിൽ വന്നിരിക്കുന്ന സംസ്ഥാന തലത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ERA സെക്രട്ടറി, പോലീസ് കേരള സിവിൽ പോലീസ് വകുപ്പിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി ആയിട്ടാണ്. പോലീസ് ആംഡ് ബറ്റാലിയൻസിൽ വകുപ്പിൽ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി ആയിട്ടാണ്. കേരള പോലീസ് വുമൺ പോലീസ് കോൺസ്റ്റബിളിനാണ് ട്രെയിനി വുമൺ പോലീസ് ബറ്റാലിയനിലാണ്. ഇനി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, ഓഡിറ്റ് വകുപ്പ്, കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എന്നിവിടങ്ങളിൽ ഓഫീസ്
അറ്റൻഡന്റ്. പിന്നെ സാമൂഹ്യ വകുപ്പിൽ പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് 2 ആണ്. ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ പഞ്ചകർമ്മ. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഓട്ടോ റൈനോ ലാറിംഗോളജി ഹെഡ് ആൻഡ് നെക്ക് ENT ആണ്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ. പൊതുമരാമത്ത് വകുപ്പിൽ ആർക്കിടെക്ചറൽ വിങ്ങിൽ ആർക്കിടെക്ചർ അസിസ്റ്റന്റ് ആയിട്ട് വേക്കൻസി ഉണ്ട്. ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ റിസർച്ച് അസിസ്റ്റന്റ് കെമിസ്ട്രിയിൽ ഒഴിവുണ്ട്. ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ടെക്നീഷ്യൻ ഫാർമസിയിൽ വേക്കൻസി ഉണ്ട്. കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ അസിസ്റ്റന്റ് കന്നഡ അറിയാവുന്നവർക്കാണ്. കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറി ടെക്നിക്കൽ അസിസ്റ്റന്റ് സെറോളജിക്കൽ അസിസ്റ്റന്റിലാണ് ഒഴിവ്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ലാബ് അസിസ്റ്റന്റ് ആയിട്ട് ഡയാലിസിസിൽ ഒഴിവുകളുണ്ട്. ആരോഗ്യ വകുപ്പിൽ മെഡിക്കൽ റെക്കോർഡ്സ് ലൈബ്രറിയനായിട്ട് ഗ്രേഡ് 2 ഒഴിവുകളുണ്ട്. കേരള പോലീസിൽ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ വിമുക്ത ഭടന്മാർ AOയിലാണ് വരുന്നത്. ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ പഞ്ചകർമ്മ അസിസ്റ്റന്റ് ആയിട്ട് വേക്കൻസി ഉണ്ട്. ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ടെക്നിക്കൽ അസിസ്റ്റന്റിൽ വേക്കൻസി ഉണ്ട്. ഇനി ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാ തലത്തിലാണ് വരുന്നത്. കേരള പോലീസിൽ വിവിധ ബറ്റാലിയനുകളിൽ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയൻ. വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം തസ്തിക മാറ്റം മുഖേനയാണ്. വിവിധ ജില്ലകളിൽ ഭാരതീയ ചികിത്സാ വകുപ്പ് അല്ലെങ്കിൽ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് അല്ലെങ്കിൽ ആയുർവേദ കോളേജുകൾ എന്നിവിടങ്ങളിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ആണ്. ആയുർവേദം ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇടുക്കി ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചറായിട്ട് മാത്തമാറ്റിക്സിലാണ്. തമിഴ് മീഡിയമാണ്. വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി തസ്തിക മാറ്റം മുഖേനയാണ്. വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. മലയാളം മീഡിയമാണ്. വിവിധ ജില്ലകളിൽ ഭാരതീയ ചികിത്സാ വകുപ്പിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2. വിവിധ ജില്ലകളിൽ മൃഗസംരക്ഷണ വകുപ്പിൽ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് 2. അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പിൽ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് 2, പൗൾട്രി അസിസ്റ്റന്റ്, മിൽക്ക് റെക്കോർഡർ, സ്റ്റോർ കീപ്പർ, എസ്യൂമറേറ്റർ എന്നീ വേക്കൻസികളുണ്ട്. വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ മലയാളം ആയിട്ട് ഒഴിവുകളുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ വിവിധ വകുപ്പുകളിൽ ക്ലർക്ക് തമിഴും മലയാളവും അറിയുന്നവർക്കാണ് നേരിട്ടും തസ്തിക മാറ്റം മുഖേനയും ഒഴിവുകളുണ്ട്. വിവിധ ജില്ലകളിൽ മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിൽ ദ്രേസറായിട്ടും തൃശൂർ ജില്ലയിൽ വിവിധ വകുപ്പുകളിൽ ആയിട്ടും വേക്കൻസികളുണ്ട്. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ഹയർ സെക്കൻഡറി ടീച്ചർ ജൂനിയർ ഫിസിക്സിലാണ്. പട്ടികവർഗ വിഭാഗക്കാർക്കാണ്. NCR റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തിൽ തുറമുഖ വകുപ്പിൽ അസിസ്റ്റന്റ് മറൈൻ സർവേയർ ആണ്. പട്ടികജാതി വിഭാഗത്തിലാണ്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിൽ അഗ്രികൾച്ചറൽ ഓഫീസ് പട്ടികവർഗമാണ്. കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ അറബിക് പട്ടികജാതി പട്ടികവർഗം. അച്ചടി വകുപ്പിൽ ഓഫ് സൈറ്റ് പ്രിന്റിംഗ് മെഷീൻ ഓപ്പറേറ്റർ ഗ്രേഡ് 2 ധീവര വിഭാഗത്തിലാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. NCR റിക്രൂട്ട്മെന്റ് ജില്ലാതലം കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സിലാണ്. കന്നഡ മീഡിയമാണ്. മുസ്ലിംസിനാണ്. വയനാട് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചറായിട്ട് നാച്ചുറൽ സയൻസിലാണ്. മലയാളം മീഡിയം. ധീവര വിഭാഗത്തിൽ നിന്നാണ്. തൃശൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം SCCയിലാണ്. പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിൽ LP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം. ഈഴവ തീയ ഭില്ലവ വിഭാഗത്തിലാണ് ഒഴിവുകളുള്ളത്. അടുത്തതായിട്ട് വിവിധ ജില്ലകളിൽ ആരോഗ്യ വകുപ്പ് അല്ലെങ്കിൽ മുനിസിപ്പൽ കോമൺ സർവീസിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് 2 മുസ്ലിം SIUC നാടാര്, ഹിന്ദു നാടാർ, ധീവര, വിശ്വകർമ്മ SCCയിലാണ് വേക്കൻസികളുള്ളത്. വിവിധ ജില്ലകളിൽ മൃഗസംരക്ഷണ വകുപ്പിൽ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ്, പിന്നെ പൗൾട്രി അസിസ്റ്റന്റ്, മിൽക്ക് റെക്കോർഡർ, സ്റ്റോർ കീപ്പർ, എന്യൂമറേറ്റർ, ധീവര, ഹിന്ദു നാടാർ വിഭാഗത്തിലാണ് ഒഴിവുകളുള്ളത്. കൊല്ലം ജില്ലയിൽ പട്ടികവർഗ വികസന വകുപ്പിൽ കുക്ക്, ധീവര SC AI മുസ്ലിം വിഭാഗത്തിലാണ് ഒഴിവുകളുള്ളത്. മലപ്പുറം ജില്ലയിൽ വിവിധ വകുപ്പുകളിലായിട്ട് ആയിട്ടാണ് ഒഴിവുകളുള്ളത്. ധീവര വിഭാഗത്തിലാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.